വി ദ പീപ്പിളിലേക്ക് സ്വാഗതം. ലോക്സഭാ തെരഞ്ഞെടുപ്പ് 4ാം ഘട്ടത്തിലേക്ക് കടക്കാൻ പോവുകയാണ്. 1ഉം 2ഉം കഴിഞ്ഞ് 3ാം ഘട്ടത്തിലേക്ക് കടക്കുന്നതിന് മുമ്പുള്ള പ്രചാരണ കാലം നമ്മൾക്കെല്ലാം ഓർമ്മയുണ്ട്. മോദി ഗ്യാരണ്ടി പറഞ്ഞ് വോട്ട് ചോദിച്ച BJP, പ്രധാനമന്ത്രി നരേന്ദ്രമോദി 3ാം ഘട്ടത്തിൻ്റെ പ്രചാരണം വന്നപ്പോൾ ഇതെല്ലാം വിട്ട് വളരെ വലിയ വിദ്വേഷ പ്രചാരണത്തിലേക്ക് മാറി. അതും കഴിഞ്ഞ് 4ാം ഘട്ടത്തിലേക്ക് പോകുമ്പോൾ പ്രതിപക്ഷത്തെ ആകെ കോൺഗ്രസിനെ ഒക്കെ കോർപ്പറേറ്റ് ഡീല് പറഞ്ഞ് ആക്ഷേപിക്കുന്ന, വിമർശിക്കുന്ന നിലയിലേക്ക് പ്രധാനമന്ത്രി മാറുകയാണ് ഉണ്ടായത്. പോളിംഗിൽ വന്ന വലിയ കുറവ് BJPയെ കാര്യമായി ബാധിച്ചു എന്നുള്ള ശക്തമായ നിരീക്ഷണം ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് പ്രകടമാണ്. അതിനനുസരിച്ച് പ്രധാനമന്ത്രിയുടെ പ്രചാരണത്തിൽ വലിയ മാറ്റം സംഭവിക്കുന്നു എന്ന നിരീക്ഷണം നമ്മുടെ നാട്ടിലുണ്ട്. ഇന്നടക്കം അതുമായി ബന്ധപ്പെട്ട ഒട്ടേറെ വാർത്തകൾ വന്നിട്ടുണ്ട്. മറുഭാഗത്ത് കോൺഗ്രസിനെ സംബന്ധിച്ച് നോക്കിയാൽ റോബർട്ട് വദ്ര ഇങ്ങനെ സജീവ രാഷ്ട്രീയത്തിലേക്ക് കടക്കാൻ ഇങ്ങനെ വെമ്പി നിൽക്കുകയാണ് എന്ന് വ്യക്തം. മാധ്യമങ്ങളോട് സംസാരിച്ചപ്പോൾ അധികം വൈകാതെ പൊതുരാഷ്ട്രീയത്തിലേക്ക് ഇറങ്ങുന്നു, രാജ്യസഭയിലൂടെ രാഷ്ട്രീയത്തിലേക്ക് വരും എന്നൊക്കെ പറയുന്ന അന്തരീക്ഷം. ഇതാണ് ആമുഖമായി പറയാനുള്ളത്. ഈ ഒരു പൊതു അന്തരീക്ഷത്തിൽ നിന്ന് ഇന്ന് വി ദ പീപ്പിളിൽ എനിക്കൊപ്പം ഷമി പ്രഭാകറും നീലിമയും മനോജ് വർമ്മയും സംസാരിക്കും. ഷമി ഇലക്ഷൻ ഇന്ത്യയൊക്കെ കൈകാര്യം ചെയ്യുന്ന ആളാണല്ലോ അല്ലേ? നമ്മുടെ കൈരളി ന്യൂസിൻ്റെ ഇലക്ഷൻ ബുള്ളറ്റിനാണ് ഇലക്ഷൻ ഇന്ത്യ പ്രേക്ഷകർ കണ്ടുകൊണ്ടിരിക്കുന്നതാണ്. അപ്പോൾ അതിൽ ഏറ്റവും അധികം ശ്രദ്ധിക്കുന്ന മാധ്യമപ്രവർത്തകൻ എന്ന നിലയിൽ ഷമ്മിയിൽ നിന്ന് നമുക്ക് തുടങ്ങാം. ഷമ്മി, ഈ പറഞ്ഞ കോർപ്പറേറ്റ് ഡീൽ എന്ന് യഥാർത്ഥത്തിൽ പ്രധാനമന്ത്രി പറയുമ്പോൾ അത് ഏറ്റവും വലിയ മുസ്ലിം വിരോധ പ്രചാരണത്തിൽ നിന്നാണ് പ്രധാനമന്ത്രി നേരെ കോർപ്പറേറ്റ് ഡീൽ. ആദ്യം പറഞ്ഞത് കോൺഗ്രസ് മുൻപ് 5ഓളം സമ്പന്നരെതിരായി പറഞ്ഞു, പിന്നീട് അത് 2ലേക്ക് ചുരുങ്ങി. അത് അദാനി അംബാനി എന്ന നിലയിൽ. ലോക്സഭാ തെരഞ്ഞെടുപ്പ് വന്നപ്പോഴേക്കും അതും മാറി, അവരെക്കുറിച്ചും മിണ്ടാട്ടമില്ലാതെയായി എന്ന് പറയുന്നൊരു ദുസ്സൂചന പ്രധാനമന്ത്രി നൽകുകയുണ്ടായി. ഇതിൽ തിരിച്ച് കോൺഗ്രസും ചിലത് പറയുന്നുണ്ട്, മറുപടി പറയാൻ ശ്രമിക്കുന്നുണ്ട്. ഇതെന്താണ് യഥാർത്ഥത്തിൽ എന്നൊരു ആലോചനയാണ് ഇപ്പോൾ രാഷ്ട്രീയ നിരീക്ഷകരുടെയൊക്കെ ലോകത്ത് നടന്നുകൊണ്ടിരിക്കുന്നത് അല്ലേ? കോർപ്പറേറ്റുകൾ യഥാർത്ഥത്തിൽ കാറ്റുമാറി വീശുന്നത് മനസ്സിലാക്കുന്നതിനനുസരിച്ച് മാറ്റം വന്നിട്ടുണ്ടോ, അതോ മോദിയുടെ മറ്റൊരു പ്രചരണ തന്ത്രമാണോ? കോൺഗ്രസ് ഏതായാലും നല്ല നിലയ്ക്ക് അതിന് മറുപടി പറയാൻ ശ്രമിക്കുന്നുമുണ്ട് അല്ലേ? തീർച്ചയായിട്ടും. ഈ രാഹുൽ ഗാന്ധി ഒരു എതിരാളിയല്ല, പപ്പുമോൻ അല്ലെങ്കിൽ ആ രീതിയിൽ ദുഷിച്ച് കളിയാക്കി ആക്ഷേപിച്ച് രാഹുൽ ഗാന്ധിയെ ആ നിലയ്ക്ക് സൈഡ് ലൈൻ ചെയ്യാൻ ശ്രമിച്ചിരുന്നവർ ഇന്ന് പറയുകയാണ്, അദാനിയുടെയും അംബാനിയുടെയും കയ്യിൽ നിന്ന് നിങ്ങൾ കൈക്കൂലി വാങ്ങിയിട്ടാണോ ഇപ്പോൾ അവരെക്കുറിച്ച് മിണ്ടാത്തത് എന്ന ചോദ്യമാണ് ചോദിക്കുന്നത്. ആ ചോദ്യത്തിൽ രാഹുൽ ഗാന്ധി നേരിട്ട് നരേന്ദ്രമോദി അഡ്രസ്സ് ചെയ്യുന്നു എന്നിടത്ത് തന്നെ അവരുടെ തോൽവി അല്ലെങ്കിൽ അവരുടെ ഭയം, അവരുടെ ആകുലത നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ കഴിയും. നേരത്തെ 400 സീറ്റ് അപ്പം ആ ഒരു രീതിയിൽ പഠിച്ചു വെക്കേണ്ട ചില BJP തന്നിട്ടുള്ള ചില കീവേഡ്സ് ഉണ്ട് അല്ലേ? 400 കടക്കും ഇപ്പൊ പറയുന്നില്ല. അപ്പോൾ അത് ആ ഒരു ഇതിൽ നിന്ന് മാറി ഇപ്പം വെറും ഒരു എന്താ പറയുക, എന്തും പറയുന്ന ആളായിട്ട് പ്രധാനമന്ത്രി മാറുന്നു. ഇന്നലെ പറയുന്നത് മുസ്ലിം വിരോധമാണെങ്കിൽ ഇന്ന് അത് നേരെ രാഹുൽ ഗാന്ധിയിലേക്ക് ചോദിക്കും. എന്താണ് രാജകുമാര, നിങ്ങൾക്ക് ടെമ്പോയിലാണോ കോടിക്കണക്കിന് രൂപ നിങ്ങൾക്ക് കൊണ്ടുവന്ന് തന്നത് എന്ന് കോൺഗ്രസിന്റെ രാജകുമാര പറയൂ എന്നാണ് പ്രധാനമന്ത്രി പറയുന്നത്. എന്ന വാക്കുകൂടി നമ്മൾ പഠിക്കുകയാണ്. അതിൽ രസകരമായി കണ്ടൊരു കാര്യം വെച്ചാൽ അതിന് കോൺഗ്രസ് മറുപടി പറഞ്ഞ് രാഹുൽ ഗാന്ധിയുടെയൊക്കെ പ്രചാരണ രംഗത്തേക്ക് ഷമ്മി പറഞ്ഞ പോലെ വന്നു. പക്ഷേ ഈ തെലങ്കാനയിലെ മോദിയുടെ ഈ പ്രസംഗം വന്ന ഉടൻ രാജ്യത്ത് ആദ്യം പ്രതികരിച്ച ഒരാൾ ജോൺ ബ്രിട്ടാസ് MP ആണ് എന്നതുകൂടി സാന്ദർഭികമായി ഞാൻ പറയണം. അദ്ദേഹം പറഞ്ഞൊരു രസകരമായ, അദ്ദേഹത്തിൻ്റെ ട്വീറ്റിൽ കണ്ടൊരു പ്രധാനപ്പെട്ട കാര്യം, അദ്ദേഹം പറഞ്ഞത് ഈ ടെമ്പോയിൽ കോടികൾ കടത്തി ഇവർക്ക് കൊടുത്തു എന്ന നിലയിലൊക്കെയാണ് തെലങ്കാനയിൽ ടെമ്പോയിൽ ചാക്കിൽ കെട്ടി പണം കൊടുത്തു. അത്ര ഡീറ്റെയിലിംഗ് ഏത് വണ്ടിയിലാണ് കടത്തിയതെന്ന് അന്വേഷിക്കൂ. അങ്ങനെയാണ് പ്രധാനമന്ത്രിക്ക് ഇവരെ കുറിച്ച് നല്ല ധാരണയുണ്ട്, എങ്ങനെ കടത്തി. അങ്ങനെയാണെങ്കിൽ പ്രധാനമന്ത്രിക്ക് സ്റ്റേറ്റ്മെന്റ് എടുക്കണം, ED CBI, എന്നിട്ട് ഈ പറഞ്ഞ വാഹനം കണ്ടുപിടിക്കണം. അതുപോലെ തന്നെ ഈ കൾപ്രിറ്റ്സിനെ, ഈ കുറ്റവാളികളെ വെളിച്ചത്ത് കൊണ്ടുവരണം എന്ന നിലയിലുള്ള ഒരു ഉഗ്രൻ മറുപടി അവിടെ കൊടുത്തു. കോൺഗ്രസ് അത് ഏറ്റുപിടിച്ച് വളരെ ശക്തമായി. അതിലും എനിക്ക് ഇഷ്ടപ്പെട്ട മറ്റൊരു സാധനമാണ്, എന്താണ് സ്വന്തം അനുഭവത്തിൽ നിന്നാണോ നരേന്ദ്രമോദി രാഹുൽ ഗാന്ധി ചോദിച്ചിട്ടുണ്ട്. മാത്രമല്ല പ്രിയങ്ക ഗാന്ധി സമാനമായ രീതിയിൽ അതിനെതിരെ കടുത്ത വിമർശനം ഉന്നയിച്ചിരിക്കുന്ന സാഹചര്യമുണ്ട്. നമുക്ക് ഈ 1ഉം 2ഉം ഘട്ട തെരഞ്ഞെടുപ്പ് നോക്കുമ്പോൾ 66% പോളിംഗ് രേഖപ്പെടുത്തി. അതുതന്നെ ഏറ്റവും കുറവാണ്. പക്ഷെ 3ാം ഘട്ടത്തിലേക്ക് നടക്കുമ്പോൾ 64% മാത്രമാണ് പോളിംഗ്. ഇവരെങ്ങനെ ഭ്രാന്ത് പിടിക്കാതിരിക്കും?
അതല്ലേ യഥാർത്ഥത്തിലുള്ള സ്ഥിതി എന്ന് പറഞ്ഞാൽ. അതായത് മനോജ് വർമ്മ, അതായത് BJP പറഞ്ഞ പോലെ പോളിംഗ് വല്ലാതെ കുറയുന്നു. 2014 19 കൊണ്ട മോദി പ്രഭാവമോ അല്ലെങ്കിൽ ആ 10 വർഷത്തെ ഭരണത്തിന് അനുകൂലമായിട്ടുള്ളൊരു വലിയ ഉഷാറായിട്ടുള്ള ഊഷ്മളമായിട്ടുള്ള ആവേശകരമായ ഒരു അന്തരീക്ഷം ഇല്ല എന്നുള്ള BJP തിരിച്ചറിയുന്നുണ്ട്. അതിൻ്റെ ഡീറ്റെയിൽസിലേക്കൊക്കെ നമുക്ക് മെല്ലെ വരികയും ചെയ്യാം. പക്ഷേ അതിൻ്റെ ആനുപാതികമായി പ്രതിപക്ഷ മുന്നണിയുടെ, ഇന്ത്യ മുന്നണിയുടെ സീറ്റുകൾ കൂടുമെന്ന് രാഷ്ട്രീയ നിരീക്ഷകരുടെ ഓരോ ഫേസും വെച്ചിട്ടുള്ള നിരീക്ഷണങ്ങൾ വരുന്നതുകൂടി BJP അങ്കലാപ്പിലാക്കുന്നുണ്ട്. അപ്പോൾ ഏത് നിലയ്ക്കും മുന്നണിയെ അറ്റാക്ക് ചെയ്യുക, മുന്നണിയിലെ ഓരോ പാർട്ടിയെയും തരാതരം പോലെ അറ്റാക്ക് ചെയ്യുക, അത് മുന്നണിയെ ആകെ ബാധിക്കും വിധത്തിലേക്ക് ഒരു മുന്നണിയാകെ വോട്ട് ജിഹാദിൻ്റെ പിന്നാലെ പോകുന്നു എന്ന നിലയിൽ പറഞ്ഞ പ്രധാനമന്ത്രിയാണ്. ഈ ഷിഫ്റ്റ് യഥാർത്ഥത്തിൽ മുന്നണിയെ സംബന്ധിച്ച്, പ്രതിപക്ഷ മുന്നണിയെ സംബന്ധിച്ച് ജനങ്ങൾ കുറെ കൂടി ശ്രദ്ധിക്കാൻ, ഇനി വരുന്ന ഫേസിൽ കൂടുതൽ മുന്നോട്ട് പോകാനും കൂടി സഹായകരമായേക്കാം എന്ന് തോന്നുന്നുണ്ടോ? തീർച്ചയായിട്ടും. ഈ തെരഞ്ഞെടുപ്പിന് വളരെ മുമ്പ് തന്നെ BJPയുടെ ലക്ഷ്യം നമ്മൾ നേരത്തെ പറഞ്ഞ 400 പാർ ആയിരുന്നു, 400 സീറ്റിനപ്പുറം. അതായത് BJPക്ക് തനിച്ച് കേവല ഭൂരിപക്ഷം 370 സീറ്റിന് മേളിൽ, പിന്നെ സഖ്യകക്ഷികൾക്കെല്ലാം കൂടി 30 സീറ്റിന് മേളിൽ, അങ്ങനെ 400 മേളിൽ എന്നുള്ളൊരു ഇതിലാണ് വളരെ ശുഭാപ്തി വിശ്വാസത്തോടു കൂടിയാണ് BJP പ്രചരണ രംഗത്ത് എത്തുന്നത്. പക്ഷേ നേരത്തെ നമ്മൾ സൂചിപ്പിച്ചു, ആദ്യഘട്ടത്തിൽ പോളിംഗ് ശതമാനം 66% എത്തുന്നു. രണ്ടാം ഘട്ടത്തിലും അതേ രീതിയിൽ 66%. ഈ 2 ഘട്ടങ്ങളിലും വോട്ടിംഗ് ശതമാനത്തിൻ്റെ അന്തിമ കണക്ക് കമ്മീഷൻ പുറത്തുവിടുന്നത് ദിവസങ്ങൾ കഴിഞ്ഞിട്ടാണ്. ഒരിക്കലും ഉണ്ടായിട്ടില്ല. സാധാരണഗതിയിൽ അന്ന് രാത്രി അല്ലെങ്കിൽ പിറ്റേന്ന് ഉച്ചയോടെയൊക്കെ തന്നെ ഇത്തരം കാര്യങ്ങൾ വരാറുണ്ട്. പഴയകാലമല്ല, ബാലറ്റ് എണ്ണുന്ന രീതിയൊക്കെ മാറി. ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീനാണ്, വളരെ പെട്ടെന്ന് തന്നെ ഇത്തരം ഇൻഫർമേഷൻ ഗ്യാദർ ചെയ്യാൻ കഴിയും. പക്ഷേ ഇൻഫർമേഷൻ ഇവിടെ വൈകുന്നു, ഫൈനൽ കണക്കുകൾ വൈകുന്നു. മനോജ്, മറ്റൊന്നുകൂടിയുണ്ട്. അതായത് 3ാം ഘട്ടം മുതൽ അന്തിമ വോട്ടർ പട്ടിക പ്രസിദ്ധീകരിച്ചിട്ടില്ല, നൽകിയിട്ടില്ല പാർട്ടികൾ. 4ാം ഘട്ടം മുതലുള്ളതിൽ അന്തിമ വോട്ടർ പട്ടികയില്ല. 3ാം ഘട്ടത്തിലും വോട്ടിംഗ് ശതമാനത്തിൽ കുറവ്. പക്ഷേ ഈ 3 ഘട്ടങ്ങളിലെ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞുള്ളൂ. ഇനി 4 ഘട്ടങ്ങൾ കൂടിയുണ്ട്. പക്ഷേ 283 സീറ്റുകൾ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞു. അതായത് കേവല ഭൂരിപക്ഷത്തിന് ആവശ്യമായിട്ടുള്ള സീറ്റുകളുടെ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞു. അപ്പോഴാണ് BJP അവരുടെ ആ തിരിച്ചടി ശരിക്കും മനസ്സിലാക്കുന്നത്. അല്ല, ഈ 3ാമത്തെ ഘട്ടം എന്ന് പറയുന്നത് BJP സംബന്ധിച്ച് വളരെ ക്രൂഷ്യലാണ്. കാരണം അവർക്ക് കഴിഞ്ഞ 2019 താരതമ്യം ചെയ്താൽ ഏറ്റവും നല്ല നേട്ടം നേടിയ 80ഓളം സീറ്റുകൾ നേടിയ അതായത് 10 സ്റ്റേറ്റുകൾ, അതിൽ 8 സ്റ്റേറ്റിലും മികച്ച വിജയം നേടിയതാണ്. ഗുജറാത്തിൽ ചില സീറ്റുകൾ ഇത്തവണ നഷ്ടപ്പെട്ടേക്കാം എന്ന അവസ്ഥ. സംസ്ഥാനമാണ് കർണാടക. 25 സീറ്റാണ് നിലവിൽ BJP. അല്ല, കർണാടക 3ാം ഘട്ടത്തിൽ തെരഞ്ഞെടുപ്പ് നടന്ന 14 സീറ്റുകളും BJPയുടേതായിരുന്നു. ആ 14 സീറ്റുകളിൽ 7 എണ്ണം പോലും BJPക്ക് കിട്ടാൻ സാധ്യതയുള്ളതാണ്. പ്രജ്വൽ ഇഷ്യൂ വന്നു. BJPക്ക് ഉള്ളിലെ അസംതൃപ്തർ, മറ്റേ ഈശ്വരയ്യപ്പ അവരുടേതൊക്കെ വിമത പ്രവർത്തനങ്ങൾ, അതെല്ലാം വന്നതോടുകൂടി അവിടുത്തെ സീറ്റുകളുടെ എണ്ണം പകുതിയായി കുറയുകയാണ്. ഇതേപോലെ തന്നെയാണ് എല്ലായിടത്തും. മഹാരാഷ്ട്രയിൽ NCPയെയും ശിവസേനയും പിളർത്തിയതിൻ്റെ ഒരു ആനുകൂല്യം ആ പാർട്ടികൾക്ക് കിട്ടാൻ സാധ്യതയില്ല. ഈ പ്രശ്നം എന്ന് വെച്ചാൽ അജിത് പവാറിന്റെ പാർട്ടിയോ ഏക്നാഥ് ഷിൻഡെയുടെ ജനകീയമല്ല, താഴെ പ്രവർത്തകർക്കിടയിലില്ല. ഉപരിപ്ലവമായി മുകളിൽ ഉണ്ടാക്കിയ ഒരു സെറ്റിൽമെന്റ്, അധികാരത്തിന്റെ ഒരു സപ്പോർട്ട് മാത്രമാണ്. പക്ഷെ ഒരു തെരഞ്ഞെടുപ്പിൽ അത് പോരാ. ഗ്രൗണ്ടിലില്ല, പ്രവർത്തകർക്കിടയിലില്ല. താരതമ്യം ചെയ്യുമ്പോൾ BJP NDA സഖ്യത്തെക്കാൾ മുന്നിലാണ് ഇന്ത്യ സഖ്യം അവിടെ എന്നുള്ളത് വളരെ പ്രധാനം. കാരണം വെച്ചാൽ പവാർ ആയാലും ശരത് പവാർ ആയാലും അതുപോലെ ഉദ്ധവ് താക്കറെയൊക്കെ ആയാലും അവരുടെ ഒരു പാർട്ടികളെ പിടിച്ചു നിർത്താനുള്ള അവരുടെ ഒരു ഡു ഓർ ഡൈ സിറ്റുവേഷനാണ്. ഏറ്റവും വലിയ പോരാട്ടത്തിൽ അവർ നിൽക്കുന്ന ഒരു സമയമാണ്. ഈ താരതമ്യം വളരെ വളരെ പ്രകടമാണ്. നേരത്തെ പറഞ്ഞ പോലെ ഈ 80 സീറ്റ് കിട്ടിയിടത്ത് ഇപ്പോൾ ഈ കഴിഞ്ഞ 3rd ഫേസിൽ മാത്രം നോക്കിയാൽ ഏതാണ്ട് രാഷ്ട്രീയ നിരീക്ഷകർ പറയുന്നത് BJPയുടെ സീറ്റുകൾ ഒരു 60-65 താഴാം. വെറും 12ഉം 15ഉം സീറ്റ് മാത്രമൊക്കെ ഉണ്ടായിരുന്ന NDA മുന്നണിക്ക് കോൺഗ്രസ് പ്ലസ് എന്ന നിലയിലേക്ക് നോക്കിയാൽ അത് ചിലപ്പോൾ ഈ 12ൽ നിന്നും 15ൽ നിന്നും 30-35 അല്ലെങ്കിൽ 25-30 ഒറ്റ ഫേസിൽ നിന്നും അത് വലിയൊരു സിഗ്നിഫിക്കൻറ്റ് ചേഞ്ചാണ് യഥാർത്ഥത്തിൽ കാണുന്നത്. ഇവിടെ വെച്ചാണ് മോദിയുടെ ഷിഫ്റ്റ് വരുന്നത്. ഇതിനൊപ്പം തന്നെ നമ്മൾ ചേർത്ത് വായിക്കേണ്ടുന്ന ഒരു കാര്യം, ഇപ്പം സി ന്യൂസ്, ആജ് തക്ക് എന്നീ മാധ്യമങ്ങൾ മോദിക്ക് വേണ്ടി വാളെടുത്ത് നിൽക്കുകയാണ്, മറ്റുള്ളവരെ അരിഞ്ഞു വീഴ്ത്താൻ വേണ്ടി. സുഭാഷ് ചന്ദ്ര, ഈ സി ന്യൂസിന്റെ CEO ആണ് സുഭാഷ് ചന്ദ്ര പറഞ്ഞത് രാവണനെ വീഴ്ത്തിയത് അഹങ്കാരമാണ്. ഈ 3ാം ഘട്ടത്തിലേക്ക് കടക്കുന്ന സമയത്ത് അദ്ദേഹത്തിന്റെ വാക്കുകളാണ്. ഈ മാധ്യമ സ്വാതന്ത്ര്യ ദിനവുമായി ബന്ധപ്പെട്ട് അദ്ദേഹം നടത്തിയ ഒരു സ്റ്റേറ്റ്മെന്റിലുള്ളതാണ്. രാവണനെ വീഴ്ത്തുന്നത് അഹങ്കാരമാണ്. അതായത് രാവണൻ എന്ന് ആരെയാണ് ഉദ്ദേശിക്കുന്നതെന്ന് വളരെ കൃത്യമാണ്. മാത്രവുമല്ല, അതിലെ ഏറ്റവും സിഗ്നിഫിക്കൻ്റ് ആയ കാര്യം എന്ന് പറയുന്നത് മോദിയുടെയും അമിത്ഷായുടെയും ലൈവ് പരിപാടികൾ, ഗ്രൗണ്ട് റിപ്പോർട്ടിംഗ് വേണ്ട, തത്സമയ സംപ്രേഷണം വേണ്ട,
എന്നുള്ള പ്രധാനപ്പെട്ട വളരെ മാധ്യമപ്രവർത്തകരെ നിർണായകമായ തീരുമാനത്തിലേക്ക് അതാണ് സി ന്യൂസ് അവിടെയാണ് എത്തുകയാണ്. അതാണ് നിലിമ 2 പോയിന്റ്. ഒന്ന്, ഓക്കെ. കോർപ്പറേറ്റുകളാണ് ഈ അധികാരത്തിന്റെ കളം മാറ്റം ആദ്യം തിരിച്ചറിയുന്നത്. തിരിച്ചറിയുന്നത്. കാലാവസ്ഥാ മാറ്റം പക്ഷികൾക്ക് വേഗം മനസ്സിലാവുന്ന പറഞ്ഞാൽ അതുപോലെ തന്നെ ഗോദി മീഡിയയിലും അതിൻ്റെതായിട്ടുള്ള മാറ്റമാണോ എന്ന നിരീക്ഷണമാണ്. ഇതൊന്നും ഒരു അടിവരയിട്ട അടിസ്ഥാനപരമായ അവസാന വാചകങ്ങളല്ല, ഈ ഘട്ടത്തിലെ നിരീക്ഷണ വാചകങ്ങൾ മാത്രമാണ്. പക്ഷെ അത്തരം വാർത്തകൾ അത് മാത്രമല്ല, നിരീക്ഷണങ്ങൾ മാധ്യമങ്ങളിൽ ചില ഇതിന്റെ ഈ പറഞ്ഞ മാധ്യമത്തിന്റെയൊക്കെ തലപ്പത്ത് മാറ്റം വന്നിട്ടുണ്ട്. വലിയ മാറ്റം ഈ വരുന്നുണ്ട്. മാധ്യമങ്ങളെ വലിയ മാറ്റം. അതായത് യഥാർത്ഥത്തിൽ നരേന്ദ്രമോദിയുമായുള്ള ഇടപാടിന്റെ പ്രധാന കക്ഷിയായിരുന്ന ഓജോ, അതുപോലെ പ്രദീപ് ഭണ്ഡാരി, നേരത്തെ ഇവരെല്ലാം അന്തരീക്ഷം മറിയുന്നു എന്ന് കണ്ട് തിരിച്ചറിഞ്ഞ് അപ്പോഴേ കുറെ പേരെ മാത്രമല്ല പടിയിറക്കി പ്രദീപ് ഭണ്ഡാരിയെ പുറത്താക്കുകയാണ് ചെയ്തിരിക്കുന്നത്. പക്ഷേ ഇത് മുമ്പ് പറഞ്ഞ പോലെ ഇത് പ്രതിപക്ഷ മുന്നണിയെ ഏതാണ്ട് വലിയൊരു ആത്മവിശ്വാസത്തിലേക്ക് അമിത ആത്മവിശ്വാസത്തിലേക്ക് കൊണ്ടുപോകേണ്ട ഘടകമേ അല്ല. അവര് യഥാർത്ഥത്തിൽ NDA പോലൊരു വലിയ മുന്നണിയെ അതിജീവിച്ച് ആ മുന്നണി അധികാരത്തിൽ നിന്ന് താഴെ ഇറക്കണമെങ്കിൽ ഇപ്പോൾ ചെയ്യുന്നതിനപ്പുറമുള്ള ഒരു വലിയ സമരത്തിലേക്ക്, വലിയ ജനാധിപത്യ പോരാട്ടത്തിലേക്ക് ഇനി വരുന്ന ഘട്ടങ്ങളിൽ പോകേണ്ടതുണ്ട്. 1977 നമുക്ക് മുന്നിലുണ്ട്. ഈ തിരിച്ചടിയുടെ കൂടെ തന്നെ നമ്മൾ സന്ദേശകാലിയിൽ ഇവര് വലിയ രീതിയിൽ ഉയർത്തിക്കാണിച്ച സന്ദേശകാലിയിൽ പരാതി പിൻവലിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാവുകയാണ്. അതിൽ തന്നെ BJPയുടെ സ്ഥാനാർത്ഥിയായിട്ടുള്ള രേഖാപത്ര എന്ന് പറയുന്ന ഈ റേപ്പ് വിക്ടിം അവർ പറയാണ് പിന്നെ റേപ്പിന്റെ യഥാർത്ഥ ഇരകളെയൊന്നും അല്ല BJP ഡൽഹിയിൽ രാഷ്ട്രപതിയെ കാണിക്കാൻ കൊണ്ടുപോയി, ആരെയൊക്കെ അവർ വിളിച്ചുകൊണ്ട് കൊണ്ടുപോയി. എന്തുമാത്രം കാപട്യമാണ് നമ്മുടെ ഇവരിങ്ങനെ. ഇത് എനിക്ക് തോന്നുന്നു കഴിഞ്ഞ തെരഞ്ഞെടുപ്പുകളിലൊന്നും കാണാത്ത വിധം ഇപ്പോൾ 14-ലും 19-ലും ഒക്കെ എന്ന് പറഞ്ഞാൽ പൂർണ്ണമായി ഒരു മോദി തരംഗത്തിൻ്റെ ആത്മവിശ്വാസം BJPക്ക് ഉണ്ടായിരുന്നു, ഗ്രൗണ്ടിൽ പ്രകടമായിരുന്നു. ഇത് ഗ്രൗണ്ടിലും പ്രകടമാകുന്നില്ല. അത് പ്രകടമാകാത്തത് BJP ലീഡർഷിപ്പിനെയും പ്രധാനമന്ത്രിയെയും തന്നെ ബാധിച്ചിരിക്കുന്നു എന്ന നിലയിൽ ഷിഫ്റ്റിംഗ് സംഭവിക്കുന്നു, പ്രചാരണ വിഷയങ്ങളിൽ ഷിഫ്റ്റിംഗ് സംഭവിക്കുന്നു. കടുത്ത മതവിദ്വേഷം പ്രചരിപ്പിക്കുക, മുസ്ലിം വിരോധം പ്രചരിപ്പിക്കുക, വോട്ട് ജിഹാദ് പ്രയോഗിക്കുക. പാകിസ്ഥാനാണ് കോൺഗ്രസിൻ്റെയും മുന്നണിയുടെയും ഇന്ത്യ മുന്നണിയുടെയും വരവിൽ ഏറ്റവും അധികം ആഗ്രഹിക്കുന്നതെന്ന് പറയുക. അവിടെ നിന്ന് നേരെ അദാനിയെക്കുറിച്ച് ഇങ്ങനൊരു ആരോപണം പറയുന്നത് ആരാണെന്നുള്ളതാണ്. പറയുന്നത് നരേന്ദ്രമോദിയാണെന്നുള്ളത്. പാർലമെന്റ് ഹിൻഡൻബർഗ് റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ മോദി അദാനി മൂലധന കോർപ്പറേറ്റ് ചങ്ങാത്തത്തെക്കുറിച്ച് ഗൗരവമായ വിഷയം വരുന്നു. പാർലമെന്റിൽ വലിയ ചർച്ച വേണമെന്ന് ആവശ്യപ്പെടുന്നു. JPC വേണം, ജോയിന്റ് പാർലമെന്ററി സമിതി അന്വേഷിക്കണമെന്ന്. എവിടെ? ഒന്നും സംഭവിക്കാത്ത വിധം പ്രതിപക്ഷ അംഗങ്ങളെ ഇങ്ങനെ കൂട്ടത്തോടെ സസ്പെൻഡ് ചെയ്താണ് ഈ 17ാം ലോക്സഭ അവസാനിക്കുന്നത്. അതിൽ ആ അദാനിയാണ് യഥാർത്ഥത്തിൽ ഇന്ന് കോൺഗ്രസിനോടൊപ്പം അല്ലെങ്കിൽ മുന്നണിക്കൊപ്പം ഇന്ത്യ മുന്നണിക്കൊപ്പം നിർത്തുന്നത്. ശരത്ത്, ഇപ്പോൾ വന്നിരിക്കുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്തയാണ്. ജനസംഖ്യയുടെ പ്രാതിനിധ്യവുമായി ജനസംഖ്യയുടെ ഒരു പ്രപ്പോർഷൻ വെച്ചുള്ള ഒരു കണക്ക് BJP കേന്ദ്രങ്ങൾ പ്രചരിപ്പിക്കുകയാണ്. അതായത് പ്രൈം മിനിസ്റ്ററുടെ അഡ്വൈസറി കൗൺസിലിൻ്റെ റിപ്പോർട്ട് എന്ന രീതിയിലാണ് അത് പ്രസിദ്ധീകരിച്ചിരിക്കുന്നത്. അതായത് അവർ പറയുന്നത് 1950 മുതൽ 2015 വരെയുള്ളൊരു കണക്കനുസരിച്ച് ഹിന്ദു ജനസംഖ്യയിൽ 7.8% ചുരുക്കം ഉണ്ടാകുമ്പോൾ, കുറവുണ്ടാകുമ്പോൾ മുസ്ലിം പോപ്പുലേഷൻ കൂടിയിരിക്കുന്നത് 43%. അതായത് ഈ തെരഞ്ഞെടുപ്പിലെ ഒരു വലിയ അജണ്ട സെറ്റ് ചെയ്യുന്ന രീതിയിൽ ഈ ഒരു കണക്ക് ശാസ്ത്രീയമാണ് എന്നുള്ള രീതിയിൽ പുറത്തുവിടുകയാണ്. അങ്ങനെയെങ്കിൽ സെൻസസിന്റെ അടിസ്ഥാനത്തിലാവണം. ആ സെൻസസ് നടത്താൻ തയ്യാറല്ല. കുട്ടികളെ ഉൽപ്പാദിപ്പിക്കുന്ന നിലയിൽ മുസ്ലിം സമൂഹത്തെ ആക്ഷേപിക്കുന്ന ഒരു പ്രചാരണം നടത്തിയപ്പോൾ ശരിയായ കണക്കുകൾ വെച്ച് ചില മാധ്യമങ്ങളെങ്കിലും കുറച്ചുപേരെങ്കിലും അതിന്റെ കണക്കുകൾ അവതരിപ്പിച്ച് പ്രധാനമന്ത്രിയുടെ വാദം തെറ്റാണ്, കളവാണ് എന്നീ തെരഞ്ഞെടുപ്പ് കാലത്ത് പറയുന്ന സാഹചര്യം ഉണ്ടായി. ശ്രദ്ധിക്കേണ്ടത് അതിലേക്ക് പിന്നെ പ്രധാനമന്ത്രി അധികം പോകാതെ വേറെ കുറെ കൂടെ മുസ്ലിം വിരുദ്ധമായ പരാമർശങ്ങളിലേക്കാണ്. പറഞ്ഞതിൽ ഉറച്ച്, സാധാരണ തെരഞ്ഞെടുപ്പിൽ അങ്ങനെയല്ലേ മനോജ് വർമ്മ, ഒരു ആരോപണം അല്ലെങ്കിൽ ഒരു വിഷയം അവതരിപ്പിക്കുന്നു, അതിന് മറുപടി ഉണ്ടാകുന്നു, വിശദീകരണം വരുന്നു, അതിന് കൂടുതലായി തിരിച്ചു പറയുന്നു. ഇങ്ങനെയാണ് ഒരു വിഷയത്തിൽ വളർച്ച ഉണ്ടാകുന്നത്. ഇവിടെ പക്ഷേ മോദി ചെയ്യുന്ന അങ്ങനെയല്ല. ഈ മുസ്ലിം വിരുദ്ധതയിൽ ഓരോന്ന് പറഞ്ഞിട്ട് കുറ്റിനാട്ടി പോവുകയാണ്. ആദ്യഘട്ടത്തിൽ മോദി പറഞ്ഞിരുന്നത് നമ്മൾ തുടക്കത്തിൽ സൂചിപ്പിച്ചതുപോലെ മോദി ഗ്യാരണ്ടി ആയിരുന്നു. നാരീശക്തി, രണ്ടാം ഘട്ടമൊക്കെ ആയപ്പോഴത്തേക്ക് നാരീശക്തി വന്നു. മൂന്നാം ഘട്ടം പോളിംഗ് പെർസെൻറ്റേജ് കുറഞ്ഞു കഴിഞ്ഞപ്പോഴത്തേക്കാണ് രാജസ്ഥാനിലെ ബൻസ്വാരയിൽ പച്ചയായിട്ടുള്ള വർഗീയ പ്രസംഗവുമായിട്ട് മോദി രംഗത്ത് വരുന്നത്. അത് അവിടെ കൊണ്ട് നിർത്തിയില്ല. പിന്നീട് ഓരോ തെരഞ്ഞെടുപ്പ് പ്രചരണ വേദിയിലും ഇത് കൂടുതൽ ആളിക്കത്തിക്കുന്ന ഒരു സമീപനമാണ് പ്രധാനമന്ത്രി സ്വീകരിച്ചത്. തെരഞ്ഞെടുപ്പ് കാലത്ത് പ്രധാനമന്ത്രിക്ക് പ്രത്യേക അധികാരങ്ങളുണ്ടോ എന്നുള്ളത് ചർച്ച ചെയ്യേണ്ട ഒരു വിഷയമാണ്. പ്രധാനമന്ത്രി ഒരു സ്ഥാനാർത്ഥി തന്നെയാണ്, ഒരു പാർട്ടിയുടെ നേതാവാണ്. ഇതാരാ പരിശോധിച്ചിട്ടുണ്ട്? ഇത്
ഇത് ഈ കണക്ക് വന്ന ഇതിലൊരു രസകരമായിട്ടൊരു കഥയുണ്ട്. ആ ഇലക്ഷൻ കമ്മീഷനെ കുറിച്ച് വലിയ പരാതിയാണ്. എനിക്ക് ഇതിന്റെ ഒരു മിനിറ്റ്. തോപ്പിൽ ബാസി പണ്ട് തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുമ്പോൾ കായംകുളം ദ്വയാംഗ മണ്ഡലത്തിൽ മത്സരിക്കുന്ന സമയത്ത് ജവഹർലാൽ നെഹ്റു പ്രചരണത്തിനായി ഏതാണ്ട് അതിനടുത്ത പ്രദേശങ്ങളിൽ വന്നു. തോപ്പിൽ ബാസിക്ക് അന്നൊരു കാറുണ്ട്. ഈ കാർ ഓടുന്ന വഴിക്ക് പണിമുടക്കും. പിന്നെ നാട്ടുകാരെല്ലാവരും ചേർന്ന് കല്യാണി തള്ളി മാറ്റിയാലേ ഈ കാറ് മുന്നോട്ട് നീങ്ങുള്ളൂ. അപ്പോൾ കല്യാണി എന്നാണ് ഈ കാറിന് നാട്ടുകാർ ഇട്ടിരിക്കുന്ന പേര്. അപ്പോൾ അത് ഈ കാറ് റിപ്പയർ ചെയ്യാനായിട്ട് നാട്ടുകാരും മറ്റേ തോപ്പിൽ ബാസിയുടെ ഡ്രൈവർ ചെല്ലപ്പനും കൂടെ സമയം ചെലവഴിക്കുമ്പം തോപ്പിൽ ബാസി സമീപത്തുള്ള വീടുകളിലെല്ലാം കയറി വോട്ട് ചോദിക്കും. അങ്ങനെ നിൽക്കുന്ന സമയത്താണ് പ്രധാനമന്ത്രി വരുന്നു, വണ്ടി മാറ്റണം എന്ന് പറയുന്നു. വണ്ടി മാറ്റാൻ പറ്റില്ല എന്ന് തോപ്പിൽ ബാസി പറയുന്നു. പ്രധാനമന്ത്രിക്ക് പ്രത്യേക പവർ ഇല്ല. പ്രധാനമന്ത്രി ഒരു സ്ഥാനാർത്ഥിയാണ്, കോൺഗ്രസിൻ്റെ നേതാവാണ്. ഞാൻ ഈ മണ്ഡലത്തിലെ സ്ഥാനാർത്ഥിയാണ്, എനിക്കിവിടെ ചില അധികാരങ്ങളുണ്ട്. ആ ആർഗ്യുമെൻറ്റിൽ നിൽക്കുന്നു. പ്രധാനമന്ത്രിയുടെ പൈലറ്റ് വാഹനം വരുന്നു, പോലീസ് ഇടപെടുന്നു, ഈ കാര്യങ്ങൾ അറിയുന്നു. പ്രധാനമന്ത്രി നെഹ്റു തന്നെ പറഞ്ഞു, അവിടെ പ്രചരണം നടത്തിക്കോട്ടെ, ഞാൻ കോൺഗ്രസ് നേതാവായിട്ടാണ് ഇവിടെ വന്നത്, ഞാനും അയാളുടെ പ്രചരണം കഴിഞ്ഞിട്ട് ഞാൻ അവിടെ പ്രചരണത്തിന് ഇറങ്ങിക്കൊള്ളാമെന്ന് പറഞ്ഞു. അങ്ങനെയുള്ള പ്രധാനമന്ത്രിമാരുണ്ടായിരുന്ന നാടാണ് ഇന്ത്യ. ഇന്ന് പ്രധാനമന്ത്രി എന്ന് പറയുന്ന ഒരു ആൾ പച്ചയ്ക്ക് വർഗീയത പറയുന്ന സമയത്ത് ഇത്തരം കാര്യങ്ങളിൽ റഫറിയായിട്ട് നിൽക്കേണ്ട കമ്മീഷൻ എന്ത് ചെയ്യുന്നു? ഇതൊരു പ്രശ്നം. ഇത് ഈ തെരഞ്ഞെടുപ്പിലെ BJP ഭാഗത്ത് നിന്ന് ഏറ്റവും അധികം ചർച്ച ചെയ്യപ്പെടുന്ന ഒരു സാഹചര്യമാണ്. അതിൻ്റെ തന്നെ ഇപ്പോൾ കോർപ്പറേറ്റ് ഡീല് എന്ന ആക്ഷേപം ഉന്നയിക്കുന്ന വിഷയത്തിൽ തന്നെ പ്രതിപക്ഷ മുന്നണി ശക്തമായി പറഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ അധികാരത്തിലേക്ക് വന്നാൽ ഈ പറഞ്ഞ അദാനി ഇടപാടുകളുമായി ബന്ധപ്പെട്ടിട്ടുള്ള, അദാനിയുടെ വളർച്ചയുമായി ബന്ധപ്പെട്ടിട്ടുള്ള, വ്യാജ വളർച്ചയുമായി ബന്ധപ്പെട്ടുള്ള കള്ളക്കണക്കുകളിലൂടെ സൃഷ്ടിച്ചിട്ടുള്ള വളർച്ചയുടെ അന്വേഷണത്തിലേക്ക് പോകും, JPC ഉണ്ടാകും എന്ന പ്രഖ്യാപനം പ്രതിപക്ഷ മുന്നണി നടത്തിയിട്ടുണ്ട്. ജാതി സർവേ വളരെ ശക്തമായി പ്രതിപക്ഷം നിൽക്കുന്നത് വല്ലാതെ അദ്ദേഹത്തെ ബാധിച്ചിട്ടുണ്ട്, BJPയെ ബാധിച്ചിട്ടുണ്ട് ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിൽ. അതുപോലെ തന്നെ തൊഴിലില്ലായ്മ എന്ന പ്രശ്നം, അഗ്നിവെറി കരാർ അതും റദ്ദാക്കും എന്ന് പ്രതിപക്ഷ മുന്നണി, ഇന്ത്യ മുന്നണി പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ട്. കരാറിലേക്ക് സൈന്യത്തിൻ്റെ സൈനിക സേവനം കരാറിലേക്ക് മാറ്റുന്നതിനെതിരായിട്ടുള്ള ഒരു വികാരം രൂപപ്പെട്ടിട്ടുണ്ട്. തൊഴിലില്ലായ്മ അതിലൂടെ പ്രധാനപ്പെട്ട ചർച്ചയാകുന്നു. പക്ഷേ ഇതെല്ലാം ഒരു ഭാഗത്ത് നിൽക്കുമ്പോഴും ഇപ്പുറത്തെ മുന്നണിയിൽ കോൺഗ്രസ് എന്ന പാർട്ടിയെയും വല്ലാതെ കയറി പിടിക്കാൻ പാകത്തിനുള്ള ചില പ്രശ്നങ്ങൾ പ്രധാനമന്ത്രിക്ക് ലഭിക്കുന്നില്ല. ഷമീം, സാം പെട്രോടെ ഉണ്ടാക്കിയ പുകില്, അതിൽ നേരെ പ്രധാനമന്ത്രി എങ്ങനെയാണ് ഒരു സാധാരണക്കാരന് മനസ്സിലാകുന്ന വിധത്തിൽ പറഞ്ഞ്, ഷമി നേരത്തെ പറഞ്ഞില്ലേ, രാജകുമാരൻ്റെ ഗുരുവായിട്ടുള്ള അമ്മാവൻ അമേരിക്കയിലിരുന്ന് പറയുന്നത് ഇന്ത്യ അപമാനിക്കലാണ് എന്ന നിലയിലേക്ക് പോവുകയാണ്. അദ്ദേഹം നടത്തുന്ന വംശീയാധിക്ഷേപങ്ങൾ എന്ന നിലയിൽ യഥാർത്ഥത്തിൽ രാഹുൽ ഗാന്ധിയുടെ ഉപദേഷ്ടാവായി നിൽക്കുന്നയാളാണ്. അങ്ങേയറ്റം ഒരു തെരഞ്ഞെടുപ്പ് കാലത്ത് ഗൗരവത്തോടെയും ശ്രദ്ധയോടെയും പോകേണ്ട കാലത്ത് അത് കഴിയാതെ വരുന്ന പ്രശ്നം കോൺഗ്രസിനെയും അലട്ടുന്നില്ലേ? തീർച്ചയായും ആ കാര്യങ്ങൾ സാം പെട്രോടെ ഇപ്പോൾ ആരാണെന്ന് ചോദിച്ചാൽ അത് അത്യാവശ്യം നമ്മളെപ്പോലുള്ള അല്ലെങ്കിൽ ഒരുവിധം ഉള്ള സാധാരണപ്പെട്ട മനുഷ്യരെ സംബന്ധിച്ചിടത്തോളം അയാൾ ആരാണ്. പക്ഷേ ഈ വാർത്ത ഉണ്ടാക്കുന്ന അതിനെ BJP പ്രധാനമന്ത്രി തന്നെ മുഖ്യമായും അതിനെ പ്രചരണ വിഷയമാക്കും. അപ്പം അത് തീർച്ചയായിട്ടും കോൺഗ്രസ് ഒക്കെ ശ്രദ്ധിക്കേണ്ടതാണ്. ഞാനിപ്പോൾ ഒന്ന് ചൂണ്ടിക്കാണിക്കാൻ ആഗ്രഹിക്കുന്നത്, നരേന്ദ്രമോദിയുടെ ഈ 2017 ഈ നോട്ട് നിരോധിക്കുമ്പോൾ പുള്ളി പറഞ്ഞത് എന്താണ്? കള്ളപ്പണം ഇല്ലാതാക്കാൻ വേണ്ടിയാണ് ഞാൻ ഈ നോട്ട് നിരോധിക്കുന്നത്. ഇന്നലത്തെ പ്രസംഗത്തിൽ അദ്ദേഹം പറയുന്നത് എന്താ? അദാനിയുടെയും അംബാനിയുടെയും കയ്യിൽ നിന്ന് കള്ളപ്പണം വാങ്ങിയെന്നാണ് പറയുന്നത്. അദ്ദേഹത്തിന്റെ വാക്കും പ്രവൃത്തിയും തമ്മിൽ എവിടെയെങ്കിലും അത് ഒരു തെറ്റലാണോ അതോ പൊളിറ്റിക്കൽ സ്റ്റണ്ടാണോ? അതായത് തന്റെ സമനില വിട്ടുകഴിഞ്ഞാൽ താൻ എന്ത് ചെയ്യുന്നു എന്ന് അദ്ദേഹത്തിന്, അതായത് പച്ചമലയാളത്തിൽ പറഞ്ഞാൽ അന്തം വിട്ടവൻ എന്തും ചെയ്യും എന്നുള്ള രീതി. അല്ല, ഉറ്റചങ്ങാതിയെ പ്രധാനമന്ത്രി ആക്ഷേപിച്ചു എന്നാണോ? ഞാൻ നോട്ട് നിരോധിച്ചു കള്ളപ്പണം ഇല്ലാതാക്കാൻ, അത് നടന്നില്ല. 2, എന്റെ സുഹൃത്തുക്കൾ 2 പേരുടെ കയ്യിലും ഇഷ്ടം പോലെ കള്ളപ്പണമുണ്ട്. അത് അവർ ധാരാളമായി കൊടുക്കുന്നവരാണ്. അതോടുകൂടി ഈ രാജ്യം ഭരിച്ച കാലത്ത് പ്രധാനമന്ത്രി പദത്തിലിരിക്കുമ്പോൾ നരേന്ദ്രമോദിക്കെതിരെ രാജ്യത്തെ പ്രതിപക്ഷ പാർട്ടികൾ ഉന്നയിച്ച പ്രധാന ആക്ഷേപം അതാണ്. അദ്ദേഹം ഭംഗ്യം അത് ശരിവെക്കുകയാണ്. അപ്പോൾ ആ നിലയിൽ ഒരു വിഷയത്തിൽ നിൽക്കുമ്പോൾ ഇത് അപ്പുറത്ത് ഒരാൾ ഇങ്ങനെ തയ്യാറായി നിൽക്കുകയാണ്. നീലിമ, എനിക്കൊന്ന് രാഷ്ട്രീയത്തിൽ കയറണം, എനിക്ക് എന്ന് പറയാണ്. റായ്ബറേലി മത്സരിക്കാൻ നോക്കി ഞാൻ അവിടെ, ആരാണെന്ന് കൂടെ ഒന്ന് പറ. റോബർട്ട് വാദ്ര അമേഠിയിലെയും റായ്ബറയിലെയൊക്കെ ജനങ്ങളിൽ എൻ്റെ സാന്നിധ്യം ആഗ്രഹിക്കുന്നു എന്ന് പറഞ്ഞ ടീമാണ്.
ഇപ്പോൾ രാജ്യസഭയിലൂടെ രാഷ്ട്രീയ പ്രവേശനത്തിന് ഒരുങ്ങി നിൽക്കുകയാണ്. പ്രഖ്യാപിച്ചു, അദ്ദേഹം പറഞ്ഞു അദ്ദേഹം പ്രഖ്യാപിക്കുകയാണ്. വരാൻ പോകുന്നത് രാജ്യസഭയിലാണ്. പക്ഷെ ഒരു സംശയമുണ്ട്, നല്ല അത് ബി ജെ പിയുടെ സീറ്റിലാണോ കോൺഗ്രസിന്റെ സീറ്റിലാണോ എന്നൊരു സംശയം സ്വാഭാവികമായി ആ ഇലക്ട്രൽ സംശയം ബോർഡിൽ ഷമ്മിക്കാണോ ഭദ്രക്കാണോ? ജനങ്ങൾക്കുണ്ടാവും. കാരണം 170 കോടി രൂപ 170 കോടി രൂപ ബി ജെ പിക്ക് ഇലക്ട്രൽ ബോർഡ് ഇലക്ട്രൽ കൊടുത്ത ബോർഡ് ഒരാളുടെ ബന്ധം നിസ്സാര ബന്ധമാണോ? ഇത് ഏത് വഴിയാണെന്നുള്ളത്. പക്ഷേ അദ്ദേഹത്തിന് കോൺഫിഡൻ്റ് ആണ്, അദ്ദേഹം കോൺഫിഡൻ്റ് ആണ്. എൻ്റെ കുടുംബത്തിനകത്ത് എനിക്കെതിരായിട്ട് ഒരു അസ്വാരസ്യവും ഇല്ല. മനോജ് വർമ്മ അത് ശ്രദ്ധിച്ചോ? അദ്ദേഹം പറഞ്ഞാൽ ആ കോൺഫിഡൻസും ഉണ്ട്. വാദ്രയ്ക്ക് ഇടയ്ക്ക് അത്തരം ഗാന്ധി വാർത്തകൾ. കുടുംബത്തിൽ തർക്കങ്ങളൊന്നുമില്ല എന്നാണ് ഇന്ന് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അധികം വൈകാതെ നമ്മൾ കാണാൻ പോകുന്നത് റോബർട്ട് വാദ്ര കോൺഗ്രസിൻ്റെ മുമ്പ് ഷമ്മി പറഞ്ഞ ഇഷ്യൂ അവിടെ ഇൻവെർട്ടർ കോമേ കിടക്കട്ടെ, തൽക്കാലം അദ്ദേഹം കോൺഗ്രസിൻ്റെ ഒരു നേതാവായി തന്നെ ദേശീയ രാഷ്ട്രീയത്തിലേക്ക് വരാനുള്ള ഒരു കളം അദ്ദേഹം തന്നെ ഒരുക്കി എന്നാണ് ഇന്നത്തെ വാർത്തയിലെ വാദ്രയെ കാണുമ്പോൾ തോന്നുന്നത്. ഇതിൽ ഒന്നും അതിൽ വേറൊരു ചെറിയൊരു ട്വിസ്റ്റും കൂടെ കൊടുത്തുകൂടെ? എന്നെ നിങ്ങൾ രാജ്യസഭയിലാക്കിയില്ലെങ്കിൽ ഞാൻ രാജ്യസഭയിൽ എത്തും എന്നൊരു സാധനം കൂടി. എനിക്കിപ്പോൾ പെട്ടെന്ന് കെ സുധാകരൻ എനിക്ക് ഈ കസേര ഇപ്പം നിങ്ങൾ തന്നില്ലെങ്കിൽ ഞാൻ ചിലത് കണ്ടിട്ടുണ്ട്. എന്ന നിലയിലേക്കാണത്. വളരെ കൃത്യമായ സമ്മർദ്ദം. അയാൾ പിന്മാറാൻ ഉദ്ദേശിക്കുന്നില്ല എന്നാ. അല്ലെങ്കിൽ അമേഠിയിൽ അവർ ഒന്നും മൈൻഡ് ചെയ്തില്ല, ശർമ്മയെ അവിടെ സ്ഥാനാർത്ഥിയാകുന്നു, പോയിക്കോളൂ എന്ന് പറയുന്ന. റോബർട്ട് വദ്ര ഗാന്ധി കുടുംബവുമായിട്ടുള്ള ബന്ധം തുടങ്ങിയിട്ട് എത്രയോ വർഷങ്ങളായി. ആദ്യമായിട്ടാണ് ഒരു തെരഞ്ഞെടുപ്പ് സമയത്ത് ഇത്തരം വിവാദപരമായിട്ടുള്ള പരാമർശങ്ങളൊക്കെ വദ്രയുടെ ഭാഗത്തുനിന്നുണ്ടാവുന്നത്. അപ്പം എന്തോ കണക്ക് കൂട്ടി ലക്ഷ്യമിട്ടിട്ട് തന്നെയാണ്. അതെ, രാഹുൽ ഗാന്ധി ഒരു സേഫ് സീറ്റിന് വേണ്ടി നോർത്ത് ഇന്ത്യയിൽ നടത്തിയ ശ്രമങ്ങൾ, അമേഠി തോൽവി സംബന്ധിച്ച് തന്നെ സത്യത്തിൽ അത് പ്രതിപക്ഷ മുന്നണിയെ സംബന്ധിച്ചൊരു വലിയ ആഘാതം തന്നെയാണ്. ഒരു മണ്ഡലം ഞങ്ങൾ തോൽക്കാൻ പോകുന്നു എന്ന നിലയിൽ തന്നെ ആളുകളോട് സമ്മതിച്ചുകൊണ്ട് മണ്ഡലം മാറും. അമിത്ഷാ പറഞ്ഞു കണ്ടു, റായ്ബറേലിയിലും തോറ്റ് ഇറ്റലിയിൽ പോയി സ്ഥിരതാമസമാക്കണം എന്ന് പറയാനൊരവസരം യഥാർത്ഥത്തിൽ ബി ജെ പിക്ക് ഉണ്ടാക്കി കൊടുത്തു. വാദ്ര വരുന്നത് അത്തരം ഒരു പുതിയ ടൂളായി ബി ജെ പിക്ക് മാറുന്നു. വീണ്ടും ഈ കുടുംബാധിപത്യത്തിൻ്റെ അഴിമതിയുടെ കഥകളെടുത്ത് വീണ്ടും ബി ജെ പിക്ക് ഒരു ആയുധം കുറേ കൂടി ശക്തമാക്കി ഇനി വരുന്ന, പ്രത്യേകിച്ച് ബി ജെ പിയെ സംബന്ധിച്ച് അടുത്ത ഫേസ് വളരെ ക്രൂഷ്യലാണ്. വളരെ വലിയ തോതിൽ ഹൃദയഭൂമിയിലാണ് ഇനിയുള്ള തെരഞ്ഞെടുപ്പിൽ വരുന്നത്. അപ്പോൾ അങ്ങനെ വരുന്നൊരു അന്തരീക്ഷമുണ്ട്. ആ അന്തരീക്ഷത്തിൽ ഈ വാർത്തകൾ വളരെ സൂക്ഷ്മമായി വിലയിരുത്തുമ്പോൾ പല അടിയൊഴുക്കുകളും ദേശീയ രാഷ്ട്രീയത്തിൽ കാണുന്നുണ്ട്. മൂന്നാം ഘട്ടം കണ്ടതിനപ്പുറത്തേക്ക് നാലാം ഘട്ടത്തിൻ്റെ പ്രചാരണ കാലം പോകുന്നു. എന്തും പ്രതീക്ഷിക്കാം. നേരത്തെ നീലു പറഞ്ഞല്ലോ, അന്തം വിട്ടാൽ എന്തും ചെയ്യും എന്ന നിലയിൽ നേതാക്കൾ അവരുടെ നിലനിൽപ്പിനായി, നേട്ടത്തിനായി, വിജയത്തിനായി നിലവിട്ട് പെരുമാറുന്ന, എന്തും പറയുന്ന നിലയിലേക്ക് അതിൻ്റെ ഏറ്റവും മുൻപന്തിയിൽ നിൽക്കുന്നയാളായി രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രി വീണ്ടും വീണ്ടും മാറുന്നു എന്നുള്ളതാണ് അദ്ദേഹത്തിൻ്റെ ഓരോ വാചകവും തെളിയിക്കുന്നത്. വി ദ പീപ്പിൾ നാളെ കാണാം ഇതേ സമയം.